സണ്ണി ജോസഫിന്റെ സഹോദരൻ BJP-യിലേക്ക് പോവാണെന്നുള്ള തരത്തിലുള്ള ആ ഒരു പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ മനുഷ്യൻ. ഓക്കെ, സണ്ണി ജോസഫിന്റെ അനിയൻ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുടുംബ രാഷ്ട്രീയം വളർത്തുന്നേ. സണ്ണി ജോസഫിന്റെ അനിയൻ പോയെന്ന് പറഞ്ഞു. സണ്ണി ജോസഫിന്റെ അനിയൻ ആരാ? രശ്മി പോയതോ? രശ്മി അവര് അവരുടെ സ്റ്റാൻഡ് എടുത്ത് അവര് പോയെന്നല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിൽ എന്താണ് അവർക്കുള്ള പ്രാധാന്യം പറ? കൊട്ടാരക്കരയിലെ രശ്മി നിങ്ങളുടെ മുൻ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു UDF സ്ഥാനാർത്ഥിയാണ്, ഞാൻ എഗ്രി ചെയ്തു. സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവർക്ക് പോകാൻ അവകാശമില്ലാന്നുണ്ടോ? അവർ പോട്ടെ. അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി പോയോണ്ട് ഒരു പ്രസ്ഥാനം പോയെന്നാണോ? ഇവിടെ കനപ്പെട്ട ഏത് നേതാവ് പോയി? പക്ഷെ നേതാക്കള് പോകുന്നില്ലെങ്കിലും അണികൾ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏത് അണിയാ പോയിട്ടുള്ളേ? അല്ല, ഇവരൊക്കെ നിങ്ങളുടെ വർക്കേഴ്സ് ആയിരുന്നല്ലോ. ഒരു വർക്കർ പോയോണ്ട് മൊത്തം വർക്കേഴ്സും പോയെന്നോ? പാർട്ടി മാറുന്നതൊക്കെ സ്വാഭാവികം. ചില സ്ഥലത്ത് ആൾക്കാര് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ 2 മക്കള് പോയിട്ടുണ്ട്. ഇപ്പം AK ആന്റണിന്റെ മകൻ പത്മജ വേണുഗോപാൽ. ഞാൻ പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യമില്ല പോകാൻ. അവര് പോയിക്കോട്ടെ. അവര് പോകുന്നതല്ല വേറെ ആരും കൂടുതൽ പോകുന്നുണ്ടോ? അപ്പോൾ അപ്പുറത്തുനിന്ന് ഈ പൈഷാപ്പൂറ്റി ഇങ്ങോട്ടേക്ക് വന്നല്ലോ, അതിനൊക്കെ നിങ്ങൾ വലിയ രീതിയിൽ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവരികയും പക്ഷേ ഇവിടെ നിന്ന് ആള് പോകുമ്പോൾ അതൊക്കെ സ്വാഭാവികമെന്ന് പറയുന്നതിൽ ഒരു പൊരുത്തക്കേടില്ല. കോൺഗ്രസ് പറഞ്ഞ വലിയൊരു പ്രസ്ഥാനം. കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ പല ഷെയ്ഡ്സ് ഓഫ് വ്യൂ ഉണ്ട്. ഇപ്പോൾ BJP പോലല്ല. BJPക്ക് അത് ഒരു ഷെയ്ഡേ ഉള്ളൂ, CPM അതൊരു ഷെയ്ഡേ ഉള്ളൂ. കോൺഗ്രസിനകത്ത് എല്ലാ ഷെയ്ഡ്സ് ഓഫ് വ്യൂ ഉണ്ട്. അങ്ങനെ പല ആൾക്കാർ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞാൽ ശരിക്കും ഒരു സംഘടനാ ചട്ടക്കൂടുള്ള പാർട്ടിയല്ല. അത് യാഥാർത്ഥ്യമാണ്. അതിനകത്ത് കേഡർ പാർട്ടിയല്ല എന്നാണ് എൻ്റെ അർത്ഥം. അതൊരു വലിയൊരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റിൽ 1-2 പേര് പോയെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. ഇപ്പം പണ്ട് കോൺഗ്രസ് പിളർന്നിട്ടുണ്ട്. അങ്ങനെ പിളർന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറയുക ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പറയുക. അല്ലാതെ ഇൻഡിവിജ്വൽസ് പോകുന്നത് അവർക്ക് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ പോയവരുടെ അവസ്ഥ എന്തായി? ടോം വടക്കൻ കേൾക്കുന്നുണ്ടോ? അനിൽ ആൻ്റണി ആണെങ്കിലും കേരളത്തിൽ കേൾക്കുന്നുണ്ടോ? പക്ഷെ അപ്പോഴും നിൽക്കുന്നൊരു നെറേറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പം മൊത്തത്തിൽ ഇന്ത്യയുടെ മൊത്തം രാഷ്ട്രീയത്താലും പല സ്ഥലങ്ങളിൽ നിന്നും കോൺഗ്രസ്സുകാർ BJP-യിൽ പോകുന്നു. അപ്പം LDF നടത്തുന്ന പ്രചരണങ്ങൾ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താലും നാളെ അവർ BJP-യിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യുന്നത് പോലെയാകും എന്നുള്ള നെറേറ്റീവാണ് അവർ. CPM-കാരെ കണക്കെടുത്താലോ? ഞാൻ അവരോട് ആ നെറേറ്റീവ് തിരിച്ചു ചോദിക്കുക. CPM-ലേക്ക് പോയ BJP ഇപ്പം മുൻ MLA ഇടുക്കിയെന്ന് ഒരാൾ പോയില്ലേ? അങ്ങനെ എത്ര പേര് പോയിട്ടുണ്ട്? നിങ്ങളാ കുഴപ്പമുണ്ടാക്കുന്നത്, മാധ്യമങ്ങളാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവര് പോകുന്നു, അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അല്ല, അവര് പോകുന്ന വലിയ സംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പോകുന്ന റിപ്പോർട്ട് വലിയ സംഭവമല്ല. AK ആന്റണി സാറിന്റെ മകൻ പോയത് വാർത്തയാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ്. നിങ്ങൾ വാർത്ത കൊടുക്കുമല്ലോ സ്വാഭാവികം. പക്ഷെ ഇത്ര വലിയ വാർത്തയാക്കി കൊടുത്ത് ഇത് കോൺഗ്രസ് തകർന്നു എന്ന രീതിയിൽ പറയേണ്ടതാ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന കേട്ട കോൺഗ്രസിന്റെ എല്ലാം പോയി ഇനി KPCC അടച്ചു കൂട്ടി പോയാൽ മതി എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. അതല്ലാന്ന് പറഞ്ഞത്.